വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ഇടുക്കി ജില്ലയിലെ 200 തദ്ദേശ സ്ഥാപന വാർഡുകളിൽ കർശന ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നെടുങ്കണ്ടം, കരുണാപുരം, അടിമാലി, പാമ്പാടുംപാറ പഞ്ചായത്തുകളിലെ മിക്ക വാർഡുകളിലും ലോക്ഡൌൺ ഏർപ്പെടുത്തി. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുന്ന തോട്ടം മേഖലകളിൽ ജോലി നിർത്തിവയ്ക്കാനും നിർദ്ദേശമുണ്ട്. അതിൽ ആളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ളത് ഓരോരുത്തരും അവരവർ തന്നെ തോന്നിയിട്ടുണ്ട്. ഇത് മറച്ചു പിടിക്കാനായിട്ടാണ് പലരും ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഈ വ്യാപനം കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇച്ചിരി അകത്തോട്ട് കയറിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ആഘോഷങ്ങളൊക്കെ ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാതൊക്കെ നടക്കുന്നതായിട്ടാണ് നമുക്ക് പലരും പറഞ്ഞുള്ള അറിവ്. അത് സെക്ഷൻ മജിസ്ട്രേറ്റുമാരോട് കർശനമായി പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ എസ്റ്റേറ്റുകാരെ ഇവരെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് ഇവർക്ക് പോസിറ്റീവ് അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം അവരവിടെ പണിയുന്നുവെങ്കിലും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ടൗണിൽ നെടുങ്കണ്ടത്തൊക്കെ ഇറങ്ങി ATM കയറി കടകളിലും എല്ലാം കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റിംഗ് ഇല്ലെങ്കിൽ ഇത് വൻതോതിൽ ഇത് പകരാനായിട്ടൊരു ഇടയാകുന്ന സാഹചര്യം നിലവിലുണ്ട്. താമരശ്ശേരിയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ എല്ലാ കടകളും തുറന്നു വ്യാപാരികളുടെ പ്രതിഷേധം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കണ്ടെയ്ൻമെന്റ് സോണിൽ ബാർ പ്രവർത്തിക്കാൻ അനുമതി നൽകിയെന്നാരോപിച്ചാണ് കട തുറന്ന് പ്രതിഷേധിച്ചത്. ചെറുകിട വ്യാപാരികളുടെ മേൽ മാത്രം നിയമം അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് വ്യാപാരികളുടെ ആരോപണം. ഈ കണ്ടെയ്ൻമെന്റ് സോണായ 5-ാം വാർഡ് കഴിഞ്ഞ ദിവസം സെക്ടറൽ മജിസ്ട്രേറ്റ് വന്ന് അടുപ്പിക്കുകയും തുടർന്ന് ഈ 5-ാം വാർഡിൽ ഉൾപ്പെടുന്ന ബാറ് അടുപ്പിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നില്ല. ബാറ് സാധാരണഗതിയിൽ നല്ല തിരക്കോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിലേക്ക് മാത്രം ഈ നിയന്ത്രണം ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇടുക്കി പണിക്കൻകുടിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിഞ്ചാംകുട്ടി ഇല്ലി പ്ലാന്റേഷനിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അയൽവാസി ബിനോയ്. ഇദ്ദേഹത്തെ പോലീസ് പിടികൂടി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പണിക്കൻകുടി സ്വദേശി സിന്ധുവിന്റെ മൃതദേഹം അയൽവാസി ബിനോയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. അടുക്കളയിൽ അടുപ്പിന് താഴെ കുഴിച്ചുമൂടിയ നിലയിലായിരുന്നു മൃതദേഹം. അടച്ചിട്ടിരുന്ന വീട്ടിൽ സിന്ധുവിന്റെ വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് കൊലപാതകം പുറത്തായത്. ഒളിവിൽ പോയ പ്രതി ബിനോയ്ക്കായി പോലീസ് ഊർജിത അന്വേഷണം നടത്തുകയായിരുന്നു. സംഭവസ്ഥലത്തു നിന്നും 5 കിലോമീറ്റർ മാറി പെരിഞ്ചാംകുട്ടി ഇല്ലി പ്ലാന്റേഷൻ പരിസരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ക്രൂരമർദ്ദനത്തിൽ സിന്ധുവിന്റെ വാരിയെല്ലുകൾ പൊട്ടിയിരുന്നു. ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കഴിഞ്ഞ 12-ന് വൈകിട്ട് മുതലാണ് പണിക്കൻകുടിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വലിയ പറമ്പിൽ സിന്ധുവിനെ കാണാതായത്. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. സിന്ധു ഏറെക്കാലമായി ബിനോയ്ക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഇവർക്കിടയിലുണ്ടായ വാക്കുതർക്കമാകാം കൊലപാതക കാരണമെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം പറവൂർ മാഞ്ഞാലിയിൽ നായ്ക്കുട്ടികളോട് കൊടും ക്രൂരത. 7 നായ്ക്കുട്ടികളെ ചുട്ടുകൊന്നു. തള്ളനായ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട്. 2 സ്ത്രീകൾക്കെതിരെയാണ് പരാതി. പറവൂർ മാഞ്ഞാലി ഡയമണ്ട് മുക്കിലാണ് സംഭവം. 1 മാസം പ്രായമായ നായക്കുട്ടികളെയാണ് ചുട്ടുകൊന്നത്. പ്രസവശേഷം കുഞ്ഞുങ്ങളുമായി സമീപമുള്ള വീട്ടിലാണ് തെരുവ് നായ കിടന്നിരുന്നത്. ശല്യമാണെന്ന് പറഞ്ഞാണ് 2 സ്ത്രീകൾ ചേർന്ന് തീവെച്ചത്. പൊള്ളലേറ്റ നായക്കുഞ്ഞുങ്ങൾ ചത്തു. അമ്മ നായ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ദയ എന്ന സംഘടനയുടെ പ്രതിനിധികളെത്തി തെരുവ് നായയെ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ചെവി 2 നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. അവിടെ മേല് പൊള്ളിയിട്ടുണ്ട്. ലാക്റ്റിക് 1 മാസത്തിന് താഴെ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട്. സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കൊടുവഴന്നൂരിൽ കുഞ്ഞുമായി അമ്മ കിണറ്റിൽ ചാടി മരിച്ചു. ഭർത്താവിന് നേരെ ആസിഡ് ആക്രമണം നടത്തിയ ശേഷമായിരുന്നു ആത്മഹത്യ. പുളിമാത്ത് സ്വദേശിനി ബിന്ദു, മകൻ റെജിൻ എന്നിവരാണ് മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്നാണ് ആസിഡ് ആക്രമണവും ആത്മഹത്യയും എന്നാണ് നിഗമനം. പുളിമാത്ത് സ്വദേശിനി ബിന്ദു, മകൻ 5 വയസ്സുള്ള റെജിൻ എന്നിവരാണ് കിണറ്റിൽ ചാടി മരിച്ചത്. ഇവരുടെ ഭർത്താവ് രജിലാലിന് നേരെ ആസിഡ് ഒഴിച്ച ശേഷമായിരുന്നു ആത്മഹത്യ. രജിലാലും ഭാര്യ ബിന്ദുവും 2 മക്കളുമാണ് ഒരുമിച്ച് താമസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. തുടർന്ന് രജിലാലിന് നേരെ ആസിഡ് ഒഴിച്ച ശേഷം ബിന്ദു ഇളയ കുട്ടിയുമായി കിണറ്റിൽ ചാടുകയായിരുന്നു. പൊള്ളലേറ്റ നിലയിൽ രജിലാലിനെ കണ്ട അയൽവാസികൾ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 14 വയസ്സുള്ള മറ്റൊരു മകനാണ് കൂടുതൽ കാര്യങ്ങൾ നാട്ടുകാരോട് പറഞ്ഞത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി കിണറ്റിൽ നിന്ന് അമ്മയെയും മകനെയും പുറത്തെടുത്തു. ഈ സുദിൻ എന്ന് പറയുന്ന മോൻ എന്നെ വിളിക്കുന്നത് ഒരു ശബ്ദം കേട്ട് കിണറ്റിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ അമ്മ അനിയനെയും കൊണ്ട് എടുത്ത് ചാടിയതാണ് പറയുന്നത്. ന്യൂസ് 18 നഗരൂർ. ഇടുക്കി കുമളി വലിയ കണ്ടത്ത് പുലി ഇറങ്ങി. 2 നായ്ക്കളെയും കോഴിയെയും പുലി പിടിച്ചു. സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ച് പുലിയെ കണ്ടെത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു.
വനാതിർത്തിയോട് ചേർന്നുള്ള കുമ്മളി BSNL ടവർമേഡിൽ താമസിക്കുന്ന 25ഓളം കുടുംബങ്ങളാണ് ഭീതിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്ത് പലതവണ വലിയ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. രാവിലെ പുലിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി. വനപാലകർ നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഞങ്ങളുടെ വീട്ടിലെ പട്ടിയെ 2എണ്ണത്തിനെയും അടുത്ത വീട്ടിലെ പൂച്ച പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കോഴിയുടെ കാല് ഇതെല്ലാം അത് കടിച്ചു പറിച്ചിട്ടുണ്ട്. വീടിന് ചുറ്റും അവിടെ ഇവിടെ നോക്കി അവിടെ മൊത്തത്തിൽ കാൽപ്പാടുകൾ കാണാം. ഫോറസ്റ്റിൽ വിളിച്ചു പറഞ്ഞു. അവർ വന്ന് നോക്കിയപ്പം ചെറിയ പുലിയുടെ കാലുകളാണ് കാണുന്നതെന്നാണ് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവിടെ പലയിടങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണെന്നും വനം വകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പുലിയുടെ കാൽപ്പാടാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പരിസരവാസികളെ സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരെ വന്യമൃഗങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിക്കണം. വനത്തോട് ചേർന്നുള്ള കാടുകൾ വെട്ടിമാറ്റുന്ന നടപടി തുടങ്ങി. വനം വകുപ്പ് സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കും. പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്നും വനപാലകർ അറിയിച്ചു. ന്യൂസ് 18 കുമളി. കോതമംഗലം കോട്ടപ്പടിയിൽ വീടിനു മുന്നിൽ നിർത്തിയിട്ട കാർ കാട്ടാന ഇടിച്ചു നശിപ്പിച്ചു. വടക്കും ഭാഗത്ത് ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുകയാണ്. കൃഷിയിടങ്ങളിൽ നാശം വിതച്ചിരുന്ന കാട്ടാനകൾ വീടുകളിൽ എത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. ഇന്ന് പുലർച്ചെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് ആന കലി തീർത്തത്. കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കും ഭാഗത്ത് വർഗീസിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് കാട്ടാന നശിപ്പിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ ബഹളം വച്ചതോടെയാണ് ആന പിൻവാങ്ങിയത്. കോട്ടപ്പാറ വനത്തിൽ നിന്നും എത്തിയതാണ് കാട്ടുകൊമ്പൻ. പ്രദേശത്തെ വാഴ, കപ്പ തുടങ്ങിയവയും നശിപ്പിച്ചിട്ടുണ്ട്. വടക്ക് വശത്തോടെ വന്ന് ആന വരുന്നതും കണ്ടു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വാഴയും കപ്പയും തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന കാറ് തല്ലി. കാറിൻ്റെ കൊമ്പ് കൊണ്ട് കാറിന് പരിക്ക് പറ്റി ഫ്രണ്ട് ഇടിച്ചു. 3 ആനകളാണ് ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. പ്രദേശത്ത് ഫെൻസിംഗ് കാര്യക്ഷമമല്ലെന്നാണ് ആരോപണം. ആനകൾ തമ്പടിച്ചതുമൂലം നാട്ടുകാർ ഭീതിയിലാണ്. ന്യൂസ് 18 കോതമംഗലം. കൊല്ലം മയ്യനാട് മേഖലയിൽ കന്നുകാലികളെ ഉപദ്രവിക്കുന്നതും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നതും പതിവാകുന്നതായി പരാതി. നിരവധി തവണ ക്ഷീരകർഷകർ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. കൊല്ലം മയ്യനാട് പഞ്ചായത്തിലെ 20ഓളം ക്ഷീരകർഷകരുടെ കന്നുകാലികളെയാണ് ക്രൂരമായി ഉപദ്രവിച്ചത്. ക്ഷീരകർഷകനായ തമ്പിയുടെ കന്നുകാലികളെ 8 മാസത്തിനിടയിൽ 5 തവണ ഉപദ്രവിച്ചു. ജനുവരി 31 തൊട്ട് ഓഗസ്റ്റ് 10 വരെ 5 പ്രാവശ്യം നമ്മളെ വീട്ടിൽ കയറി നിരന്തരം പശുക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 10 രാത്രി 2 മണിയായപ്പോൾ അവൻ വന്ന് ശല്യം ചെയ്ത് ഞാൻ എണീച്ച് വന്നപ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെട്ട കാരണം അവൻ്റെ ഏകദേശം രൂപം എൻ്റെ മനസ്സിരുന്ന് ഇന്ന് രാവിലെ 8:30 ആയപ്പോൾ അവൻ വീട്ടിൻ്റെ പരിസരത്തൂടെ കറങ്ങി നടക്കുന്ന കണ്ടതുകൊണ്ട് ഞാൻ സംശയപരമായ രീതി അവനെ പിടിച്ച് നാട്ടുകാരെല്ലാം ചേർന്ന് അവനെ പോലീസിന് കൈമാറി. പശുക്കളെ രാത്രി കയർ കൊണ്ട് വരിഞ്ഞു മുറുക്കി ലൈംഗികമായി ഉപദ്രവിക്കുകയും പാറക്കല്ലുകൊണ്ട് പരിക്കേൽപ്പിക്കുകയുമാണ് പതിവെന്നാണ് പരാതി. കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ആക്രമിച്ചതിന്റെ CCTV ദൃശ്യവും ലഭിച്ചു. പ്രദേശത്തെ മറ്റൊരു ക്ഷീരകർഷകനായ ഗോപകുമാറിന്റെ കിടാവിനെ 3 തവണ ഉപദ്രവിച്ചു. മറ്റു ക്ഷീരകർഷകരുടെ പശുക്കൾക്ക് നേരെയും സമാനമായ അക്രമം ഉണ്ടായിട്ടുണ്ട്. കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ആളെ കഴിഞ്ഞ വ്യാഴാഴ്ച നാട്ടുകാർ പിടികൂടി ഇരവിപുരം പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ തെളിവില്ലെന്ന് പറഞ്ഞ് കേസെടുക്കാതെ വിട്ടയച്ചുവെന്ന് ക്ഷീരകർഷകർ ആരോപിക്കുന്നു. അക്രമത്തെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. കണ്ണൂർ മംഗളൂരു എക്സ്പ്രസിനെ കാസർഗോഡ് ചന്ദേര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 4 പാസഞ്ചർ ട്രെയിനുകൾ നിർത്തിയിരുന്ന ചന്ദേര റെയിൽവേ സ്റ്റേഷനിൽ കോവിഡിന് ശേഷം ട്രെയിനുകളൊന്നും നിർത്തിയിട്ടില്ല. എക്സ്പ്രസ് ഉൾപ്പെടെ വണ്ടികൾക്ക് സ്റ്റോപ്പ് പ്രതീക്ഷിച്ചിരുന്ന യാത്രക്കാർ 1 വർഷത്തിനു ശേഷം പാസഞ്ചറിന് പോലും സ്റ്റോപ്പില്ലെന്നറിഞ്ഞതോടെ പ്രതിഷേധത്തിലാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കും മംഗളൂരുവിലേക്കുമായി 100 കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്നതാണ് ചന്ദേര റെയിൽവേ സ്റ്റേഷൻ. മാസങ്ങൾക്ക് മുമ്പാണ് കോടികൾ ചെലവാക്കി ഇവിടെ പ്ലാറ്റ്ഫോമുകൾ ഉയർത്തി നവീകരിച്ചത്. തുടർന്ന് കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുമെന്ന് പ്രതീക്ഷയിൽ കഴിയുമ്പോഴാണ് പാസഞ്ചർ തീവണ്ടി പോലും ഇവിടെ നിർത്താതെ പോകുന്നത്. ഉടനെ ആരംഭിക്കാൻ പോകുന്ന മെമു സർവീസും ലഭിച്ചേക്കില്ലെന്ന ആശങ്കയിലാണ് നാട്ടുകാർ.
റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്തിന്റെ ഒരു പൊതു ആവശ്യം എന്ന രീതിയിൽ ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ശക്തമായിട്ട് ആവശ്യമാണ് ജനപ്രതിനിധികളോട് ഈ നാടിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് 18 പിലിക്കോട്. വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്ക് നിർത്തിയിട്ടിരുന്ന ചരക്ക് ലോറി ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് ടോൾ ഈടാക്കിയതായി പരാതി. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയ്ക്കെതിരെയാണ് പരാതി. ഡ്രൈവറുടെ ലൈസൻസ് ടോൾ പ്ലാസ അധികൃതർ പിടിച്ചുവച്ചതായും ആരോപണമുണ്ട്. പട്ടിക്കാട് സ്വദേശി പുതുക്കാട് പോലീസിന് പരാതി നൽകി. പുതുക്കാട് വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്ക് നിർത്തിയിരുന്ന ചരക്ക് ലോറി ആ സമയത്ത് പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞാണ് ഫാസ്ട്രാഗിൽ നിന്ന് പണം പിടിച്ചത്. കഴിഞ്ഞ മാസം 25-ന് പുലർച്ചെ 3:30-നായിരുന്നു സംഭവം. എന്നാൽ ലോറി കടന്നുപോയത് രാവിലെ 7:30-യോടെയാണ്. അപ്പോഴും തുക ഈടാക്കി. ലോറി തിരിച്ചു വരുമ്പോൾ ഫാസ്ടാഗിൽ മിനിമം ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് ഡ്രൈവറുടെ ലൈസൻസ് ടോൾ പ്ലാസ അധികൃതർ പിടിച്ചുവെച്ചുവെന്നും ലോറി ഉടമയായ സിബി എത്തി പണമടച്ചതിനു ശേഷമാണ് ലോറി വിട്ടു നൽകിയതെന്നുമാണ് ആരോപണം. വേണ്ടത്ര ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചു വയ്ക്കുകയും അതിനുശേഷം എന്നെ വിളിച്ചു വരുത്തി ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം ഇവർ CCTVയിൽ പരിശോധിച്ചതിന് ശേഷമാണ് അവർക്ക് കുറ്റം മനസ്സിലായപ്പോൾ എൻ്റെ വണ്ടി അവർ ചെയ്തത് തെറ്റാണ്, നമ്മുടെ വണ്ടിക്ക് കറക്റ്റായിട്ടാണ് പോയെന്ന് മനസ്സിലായപ്പോഴാണ് അവർ എൻ്റെ വണ്ടി കടത്തിവിട്ടത്. അനധികൃതമായി തുക ഈടാക്കിയതിനാലാണ് ബാലൻസ് ഇല്ലാതിരുന്നത് എന്നാണ് സിബി പറയുന്നത്. മാത്രവുമല്ല 25-ന് പുലർച്ചെ ലോറി കടന്നുപോയിട്ടില്ലെന്ന് CCTV പരിശോധനയിലും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ KSന്റെ ഓട്ടോയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ട്രെയിനിൽ കൊണ്ടുവരണം. എൻ്റെ പുറകിൽ വരുന്ന വണ്ടികളൊക്കെ എന്നെ വെട്ടിച്ച് അവിടെ കൊണ്ടുപോയി ഫസ്റ്റ് ലോഡ് ഇറക്കിയതിന് ശേഷം എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ആണ് ലോഡ് കിട്ടിയേക്കുന്നത്. തുക തിരിച്ചു നൽകാമെന്ന് ടോൾ പ്ലാസ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചരക്കെത്തിക്കുന്നതിലുണ്ടായ കാലതാമസത്തെ തുടർന്നുണ്ടായ നഷ്ടം ടോൾ പ്ലാസ അധികൃതർ നൽകണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. ന്യൂസ് 18 തൃശൂർ. പുനലൂർ ഹൈസ്കൂൾ വാർഡിൽ വീടുകളിൽ മോഷണം. രാത്രിയിൽ ജനൽപാളി തകർത്ത് വീടുകളിൽ കയറി ആണ് മോഷണം. മോഷ്ടാവുമായുള്ള പിടിവലിക്കിടെ വീട്ടമ്മയുടെ 1.5 പവൻ മാലയുടെ പകുതി നഷ്ടപ്പെട്ടു. ആശാഭവന് സമീപം വാഴവിള നൌഷാദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. അടുക്കളയിൽ നിന്നും ഭക്ഷണമെടുത്ത് കഴിച്ച ശേഷമാണ് മോഷ്ടാവ് സ്ഥലം വിട്ടത്. കാർഷിക കേരളം. മത്സ്യകൃഷിയിൽ വിജയം കൊയ്ത് മലപ്പുറം മൊറയൂർ അലിവ് സാംസ്കാരിക വേദി പ്രവർത്തകർ. കൃഷി നടത്തുന്ന ക്വാറിയിൽ ആവശ്യക്കാർക്ക് ചൂണ്ടയിടാനും വലയെറിയാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അലിവ് സാംസ്കാരിക വേദിയിലെ പ്രവർത്തകരായ 6 പേർ ചേർന്നാണ് മത്സ്യകൃഷി ചെയ്തുവരുന്നത്. ഫഹദ്, ഗിരീഷ്, ജസീൽ, സാലിഹ്, ആഷിഖ്, റഹ്മത്തുള്ള എന്നിവരാണ് കൃഷി ചെയ്യുന്നത്. ലാഭത്തിന്റെ ചെറിയ ശതമാനം സംഘടനയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കും. ക്വാറിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പുറമെ സർക്കാർ സഹായത്തോടെ കൂടുകൃഷിയും ഇവർ ചെയ്യുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് നല്ല മീൻ കഴിക്കാൻ ആഗ്രഹമുള്ള പലരും കുടുംബത്തോടൊപ്പം ഇവിടെ എത്താറുണ്ട്. ആവശ്യക്കാർക്ക് മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കാനും വലയെറിഞ്ഞു പിടിക്കാനുമുള്ള സൗകര്യവുമുണ്ട്. ഓരോരുത്തരും മാറി മാറിയാണ് കൃഷിയുടെ പരിചരണം ഏറ്റെടുത്തിട്ടുള്ളത്. രോഹു, കട്ല, അനാബസ്, ഗ്രാസ് കാപ്പ്, തിലോപ്പി, വാള തുടങ്ങിയ മീനുകളാണ് കൃഷി ചെയ്യുന്നത്. ന്യൂസ് 18 മൊറയൂർ. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വീണ്ടും വാർത്തകളിലേക്ക്. മലബാർ ഗോൾഡിന്റെ ഇൻസ്റ്റഗ്രാം പേജിലെ പരസ്യ വീഡിയോയ്ക്ക് കമന്റിട്ട തൊടുപുഴ സ്വദേശിനി ധന്യ സോജനെ തേടിയെത്തിയത് അപൂർവ സൗഭാഗ്യം. പ്രശസ്ത മോഡലുകൾക്കൊപ്പം വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് പങ്കെടുക്കാൻ ധന്യയ്ക്കും അവസരം ലഭിച്ചു. നടി കരീന കപൂർ ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തതോടെ ധന്യയെ ലോകമറിഞ്ഞു. ഒപ്പം അവളുടെ രോഗത്തെക്കുറിച്ചും. ബോളിവുഡ് താരങ്ങളായ അനിൽ കപൂറും കരീന കപൂറും അഭിനയിച്ച മലബാർ ഗോൾഡിന്റെ പരസ്യ ചിത്രത്തിന് താഴെയിട്ട കമന്റാണ് ധന്യയ്ക്ക് ഈ അവസരം നൽകിയത്. ഇതുപോലെ ആഭരണങ്ങൾ ധരിക്കാനും ഒരുപാട് ചിത്രങ്ങളെടുക്കാനും ഞാനും ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ആ കമന്റ്. അടുത്തയാഴ്ച ഷൂട്ടിങ്ങിന് തയ്യാറായിക്കൊള്ളൂ എന്ന് മലബാർ ഗോൾഡിന്റെ മറുപടിയെത്തി. ഹൃദയധമനികൾ ചുരുങ്ങുന്ന അപൂർവ രോഗം ബാധിച്ച ധന്യയുടെ ആഗ്രഹം പൂവണിഞ്ഞു.
കൊച്ചിയിൽ നടന്ന ഷൂട്ടിംഗിൽ ആഡംബര വിവാഹ വസ്ത്രങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും അണിഞ്ഞ് മറ്റു മോഡലുകൾക്കൊപ്പം ധന്യ ചുവടുവെച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു തവണ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ആ ഒരു ദിവസത്തോട്ടാണ് എൻ്റെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ചെയ്ത കാര്യങ്ങളും ഇപ്പോഴും അണിഞ്ഞൊരുങ്ങുന്ന ആ ഒരു ഓർമ്മയാണ് എൻ്റെ ഇപ്പോഴും മനസ്സിലുള്ളത്. അതൊക്കെ ഓർക്കുമ്പോഴും ഇപ്പോൾ എനിക്കിപ്പോൾ പറ്റില്ല എന്ന് ഇപ്പോൾ ഈ ഇടയ്ക്ക് പറ്റില്ലാണ്ട് വന്നപ്പോൾ ഇങ്ങനെ ബിസി എല്ലാവരും ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും പറ്റില്ലാതാണെങ്കിലും അപ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ എൻ്റെ തന്നെ വീഡിയോ എടുത്തിരുന്ന് കാണും. കമന്റ് ഇട്ടപ്പോൾ മുതൽ മോഡലാകും വരെയുള്ള ധന്യയുടെ കഥ പറയുന്ന രോഹൻ മാത്യു സംവിധാനം ചെയ്ത വീഡിയോ നടി കരീന കപൂർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് പരസ്യത്തിന് പിന്നിലെ കഥ ലോകമറിയുന്നത്. പരസ്യ ഷൂട്ടിംഗിന് ശേഷം ഓക്സിജൻ ലെവൽ കുറഞ്ഞുപോയ ധന്യ ഒരാഴ്ചയോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. വ്യാപാരിയായ പിതാവ് സോജനും മാതാവ് ശാന്തിയും ധന്യയുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പമുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. മോഷ്ടിച്ച 7.5 പവന്റെ സ്വർണമാല 9 വർഷത്തിനു ശേഷം തിരികെ എത്തിച്ച ഒരു കള്ളന്റെ കഥയാണിനി. മോഷ്ടാവ് ആരാണെന്നറിയില്ലെങ്കിലും മോഷണ മുതലിന് പകരം പുതിയത് നൽകി ഒപ്പം ഒരു ക്ഷമാപണ കുറിപ്പും വെച്ചു. കോഴിക്കോട് ഇരിങ്ങത്ത് നിന്നാണ് ഈ കഥ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു സ്വർണ്ണാഭരണം അറിയാതെ എടുത്തുകൊണ്ടുപോയി. ഇത് പകരമായി സ്വീകരിച്ച് പൊരുത്തപ്പെട്ടു തരണം. ഇതാണ് ആ കത്തിലെ വരികൾ. ഒപ്പം 9 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ മാലയ്ക്കു പകരം പുതിയ 7.5 പവന്റെ മാലയും. കോഴിക്കോട് ഇരിങ്ങത്തെ ബുഷയുടെ വീടിന്റെ ജനൽ വഴിയാണ് കത്തും മാലയും വെച്ചത്. ചാലിക്കണ്ടി അബ്ദുൾ റസാഖിന്റെ വീട്ടിൽ നിന്ന് 2012-ലാണ് സ്വർണ്ണാഭരണം നഷ്ടമായത്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് എവിടെ എങ്ങനെയാ പോയെന്ന് അറിയുന്നില്ല. ആരും എടുക്കൊണ്ട് പോയതോ അല്ലെ ഇവിടുന്ന് കുട്ടികൾ കഴിച്ചു പോയപ്പോയതോ എന്താണെന്ന് അറിയാണ്ട് പിന്നെ അത് അന്വേഷിച്ചാണ്ട് കിട്ടാം. ഇത് കൊണ്ടുപോയിട്ട് അവര് നന്നായി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പെട്ടിട്ടോ എന്താന്നുള്ള അറിയാൻ പറ്റൂല. വീടിനടുത്ത ഒരു വീട്ടിൽ ചടങ്ങിന് പോകുമ്പോൾ ധരിക്കാനായി ആഭരണം തിരഞ്ഞപ്പോഴാണ് അവ നഷ്ടപ്പെട്ടതായി മനസ്സിലായത്. മോഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായെങ്കിലും പരാതിയൊന്നും നൽകിയില്ല. തിങ്കളാഴ്ച പഴയ ആഭരണത്തിന് പകരം പുതിയ മാല പണത്തൂക്കം പോലും കുറവില്ലാതെ തിരിച്ചെത്തുകയും ചെയ്തു. ആവശ്യം കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തിച്ചതാകാമെന്നാണ് ബുഷ്രയും കുടുംബവും കരുതുന്നത്. ന്യൂസ് 18 വടകര. പ്രതികൂല കാലാവസ്ഥയിലും മാട്ടുപ്പെട്ടിയിൽ സന്ദർശനത്തിന് എത്തുന്ന സഞ്ചാരികൾക്ക് കാനന സൗന്ദര്യത്തിന്റെ നിറക്കാഴ്ചയൊരുക്കുകയാണ് കാട്ടാനക്കൂട്ടം. മാട്ടുപ്പെട്ടിയിൽ സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികൾക്ക് ഒരിടവേളയ്ക്ക് ശേഷമാണ് കാട്ടാനക്കൂട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാനായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂന്നാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മാട്ടുപ്പെട്ടിയിലെ പുൽമേടുകളെ കൂടുതൽ ആകർഷകമാക്കിയിരിക്കുകയാണ്. അതിനൊപ്പം കാട്ടാനകൾ കൂട്ടമായി എത്തിയത് സഞ്ചാരികളിൽ ആവേശമുണർത്തി. കുട്ടിയാനകൾ അടക്കമുള്ള കാട്ടാനക്കൂട്ടമാണ് മാട്ടുപ്പെട്ടിയിലെ പുൽമേടുകളിൽ മേയുവാനെത്തിയത്. കുട്ടികളിലാണ് ഈ കാഴ്ച ഏറ്റവും ആവേശമുണർത്തിയത്. പച്ചപ്പിനിടയിൽ തെളിഞ്ഞ ഗജവീരന്മാരുടെ ദൃശ്യം സഞ്ചാരികൾ ക്യാമറയിലും മൊബൈലിലും പകർത്തി. ഏറെ നാളുകൾക്ക് ശേഷമാണ് മാട്ടുപ്പെട്ടിയിൽ ആനക്കൂട്ടം സജീവമായിരിക്കുന്നത്. ലോക്ക്ഡൌണിന്റെ വിരസത ഒഴിവാക്കുവാൻ മൂന്നാർ സന്ദർശനത്തിന് എത്തിയവർക്ക് കാട്ടാനക്കൂട്ടം ഒരുക്കിയ ദൃശ്യവിരുന്ന് കൗതുകമായി. ന്യൂസ് 18 മാട്ടുപ്പെട്ടി. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.